ഇസ്രയേലിന് പിന്നോട്ടില്ലാതെ അവകാശവാദങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനും ഒരുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം. പരസ്പരം അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊന്നും തെളിവ് പുറത്തുകൊണ്ടുള്ള അവകാശവാദങ്ങളല്ല എന്ന് തന്നെ ആദ്യമായി പറയട്ടെ. പിന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം നേതൃത്വമാണ്. ഒന്ന് മിതവാദികളായ നേതൃനിരയുമുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റുകളായ നേതൃനിരയുമുണ്ട്. ഇതിൽ മിതവാദിയായ നേതൃനിരയിലുള്ള പ്രധാനി അറിയപ്പെടുന്ന ആളാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. മസൂദ് പെസഷ്കിയാൻ ഇന്നലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുകയും ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് പറയുകയും ചെയ്തിരുന്നു. ഇത് ഇറാനിലെ എക്സ്ട്രീമിസ്റ്റ് നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിൽ ആയത്തുള്ള ഖമനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ ഭരണ നേതൃത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് 3 അംഗ നേതൃനിര കൗൺസിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഹസിൻ ഇസയും പിന്നെ അവിടുത്തെ തന്നെ സ്പിരിച്വൽ ലീഡറായ അറാഫിയുമാണ്, അതായത് ആയത്തുള്ള അറാഫിയുമാണ്. ഇവർ 3 പേരുമാണ് നിലവിൽ ഈ നേതൃത്വത്തെ ഇറാനെ ഭരിക്കുന്നത്. അതിൽ 2 പേർ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റുകളാണ്. അതിൽ മോഡറേറ്ററായ ആൾ, കുറച്ച് മിതവാദിയായ ആളാണ് ഈ പറഞ്ഞത് പെസഷ്കിയാൻ. പെസഷ്കിയാൻ ഇന്നലെ ഇത്തരത്തിലൊരു കമന്റ് ഇടുകയും അത് വലിയ രീതിയിൽ ഈ നേതൃനിരയെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പെസഷ്കിയാൻ തന്നെ വളരെ വേഗത്തിൽ ആ കമന്റ് തിരുത്തുകയും തന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ പെസഷ്കിയാന്റെ വാക്കുകൾ കൃത്യമായിരുന്നു. ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവില്ല, ഇങ്ങോട്ടടിച്ചാൽ മാത്രമാണ് പ്രത്യാക്രമണം ഉണ്ടാവുക. ആ ക്ഷമ എന്ന വാക്ക് ഇറാന്റെ സൈനിക ശക്തി അല്ലെങ്കിൽ ഇറാന്റെ സൈനിക ആത്മവീര്യത്തെ പിന്നോട്ടടിക്കുന്നു എന്ന വിലയിരുത്തൽ വിമർശനങ്ങൾ ഇറാനിൽ നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് പെസഷ്കിയാൻ പോലും അതിൽ നിന്ന് പിന്നോട്ട് പോയത്. അതിനർത്ഥം അടുത്തുനിന്നും ഒരു സമാധാനത്തിന്റെ കാഹളം ഉണ്ടാവില്ല, സമാധാനത്തിന്റെ വിളികൾ ഉണ്ടാകില്ല എന്ന് തന്നെ സൂചിപ്പിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ നേതൃത്വമായ എക്സ്ട്രീമിസ്റ്റുകൾ അതിന്റെ പരമാവധി വേഗത്തിൽ അവർക്കാകും വിധം തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം നേരത്തെ തന്നെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനടക്കം അവരുടേതായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്.